നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോകൾ എല്ലാം നമ്മുടെ പ്രപഞ്ചത്തിലെ ഓരോരോ വിസ്മയങ്ങളെക്കുറിച്ച് ആയിരുന്നു. ഇന്നു നമുക്ക് ആ അറിവുകളെ എല്ലാം ഒരുമിച്ച് ചേർത്താലോ? നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുകയാണ് പ്രപഞ്ചത്തിന്റെ ഈ വിസ്മയ ലോകത്തേക്ക്. ഈ വീഡിയോയിൽ നാം ഒരു അത്ഭുതകരമായ ബഹിരാകാശ യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് ആരംഭിച്ച് സൗരയൂഥത്തിന്റെ ഗ്രഹങ്ങളിലൂടെയും ഓട്ട് ക്ലൗഡിന്റെ അതിർത്തിയിലൂടെയും പ്രോക്സിമ സെന്റോറിയുടെ നക്ഷത്രലോകത്തേക്കും ബ്ലാക്ക് ഹോൾസിന്റെ രഹസ്യങ്ങളിലേക്കും മിൽക്കി വേയുടെ സ്പൈറൽ ആംസിലേക്കും ആൻഡ്രോമഡയിലേക്കും കോസ്മിക് വെബിന്റെ ഫിലമെന്റ്സിലേക്കും ഒടുവിൽ 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് വ്യാപിച്ച ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ അനന്തതയിലേക്കും. ഈ യാത്രയിൽ നമുക്ക് പ്രപഞ്ചത്തിന്റെ ജനനവും വികാസവും ഭാവിയും മനസ്സിലാകും. ശാസ്ത്രീയ വസ്തുതകളും അത്ഭുതകരമായ കണ്ടെത്തലുകളും നമ്മുടെ ജിജ്ഞാസയെ ഉണർത്തും. മനസ്സിനെ വിസ്മയത്താൽ നിറക്കുന്ന ഒരു അനുഭവം ഈ വീഡിയോ നിങ്ങൾക്ക് സമ്മാനിക്കും. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഈ ഭൂമിയിൽ നിന്നാണ്, നമ്മുടെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന്. ഈ പച്ചപ്പിന്റെ താഴ്വരകളും നീലാകാശവും നമുക്ക് പരിചിതമായ ഒരു ലോകത്തിൽ നിന്ന്. ഈ ഭൂമിയുടെ മണ്ണിൽ നിന്ന് നോക്കുമ്പോൾ രാത്രിയുടെ ആകാശം ഒരു അത്ഭുതവിരൽ തീർക്കുന്നു. ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ തിളങ്ങുന്നു, അവയുടെ പ്രകാശം നമ്മുടെ കണ്ണുകളിലേക്ക് ഒഴുകിയെത്തുന്നു. എന്നാൽ ഈ തിളക്കമാർന്ന ആകാശത്തിനപ്പുറം എന്താണ് ഉള്ളത്? നമ്മുടെ ഭൂമിയെ വിട്ട് ആകാശത്തിന്റെ അതിരുകൾ കടന്ന് ബഹിരാകാശത്തിന്റെ അനന്തമായ വിസ്മയങ്ങളിലേക്ക് ഒരു യാത്ര പോകാൻ നമുക്ക് ഒരുങ്ങാം. നമ്മുടെ യാത്ര ആരംഭിക്കുമ്പോൾ ആദ്യം നാം കടന്നുപോകുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെയാണ്. ഈ അന്തരീക്ഷം ഭൂമിയെ പൊതിഞ്ഞു കിടക്കുന്ന ഒരു സംരക്ഷണ കവചമാണ്. ഇത് പല പാളികളായി തിരിച്ചിരിക്കുന്നു. ഓരോ പാളിയും അതിന്റെ സവിശേഷതകളാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ആദ്യത്തെ പാളി ട്രോപ്പോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 12 കിലോമീറ്റർ ഉയരമുള്ള ഈ പാളിയിൽ നാം ശ്വസിക്കുന്ന വായുണ്ട്. മഴയും കാറ്റും മിന്നലും എല്ലാം ഇവിടെ സംഭവിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതം ഈ പാളിയിൽ ഒതുങ്ങുന്നു. നാം ഉയരുന്നതിനനുസരിച്ച് ട്രോപ്പോസ്ഫിയറിന്റെ അതിർ കടന്ന് സ്ട്രാറ്റോസ്ഫിയർ എന്ന രണ്ടാമത്തെ പാളിയിലേക്ക് പ്രവേശിക്കുന്നു. 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ പാളിയിൽ ഓസോൺ ലെയർ എന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്. ഈ ഓസോൺ പാളി സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നു. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ഭൂമിയുടെ വളഞ്ഞ അരികുകൾ നമുക്ക് കാണാം. നീല ആകാശം പതുക്കെ ഇരുണ്ട നിറത്തിലേക്ക് മാറുന്നത് നമ്മുടെ മനസ്സിനെ അത്ഭുതത്തിലാഴ്ത്തുന്നു. പിന്നീട് മെസോസ്ഫിയർ എന്ന മൂന്നാമത്തെ പാളിയിലേക്ക് നാം എത്തുന്നു. 85 കിലോമീറ്റർ വരെ ഉയരമുള്ള ഈ പാളിയിൽ താപനില വളരെ കുറയുന്നു. ഏകദേശം -90°C വരെ താഴാം. ഇവിടെ മീറ്റിയോറുകൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ജ്വലിച്ച് അവശിഷ്ടങ്ങളായി മാറുന്നു. രാത്രിയിൽ നാം കാണുന്ന ഉൽക്കാവർഷങ്ങൾ ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ ദൃശ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഭൂമി ബഹിരാകാശവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. നാം കൂടുതൽ ഉയരുമ്പോൾ തെർമോസ്ഫിയർ എന്ന നാലാമത്തെ പാളിയിലേക്ക് പ്രവേശിക്കുന്നു. 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ പാളിയിൽ താപനില 1500°C വരെ ഉയരാം. എന്നാൽ ഇവിടെ വായു വളരെ വിരളമാണ്, അതിനാൽ ആ ചൂട് നമുക്ക് അനുഭവപ്പെടില്ല. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഈ പാളിയിലാണ് ഭൂമിയെ ചുറ്റുന്നത്. ഇവിടെ നിന്ന് ഭൂമി ഒരു നീലമുത്തായി തോന്നുന്നു, ഒരു സ്വപ്നതുല്യമായ കാഴ്ച. അവസാനമായി എക്സോസ്ഫിയർ എന്ന അഞ്ചാമത്തെ പാളിയിലേക്ക് നാം എത്തുന്നു. ഇത് ബഹിരാകാശവുമായി സന്ധിക്കുന്ന അതിർത്തിയാണ്. 10,000 കിലോമീറ്റർ വരെ വ്യാപിക്കുന്ന ഈ പാളിയിൽ വായു തീരെ ഇല്ലെന്നു തന്നെ പറയാം. ഇവിടെ നിന്ന് നമ്മുടെ ഗ്രഹത്തിന്റെ അന്തരീക്ഷം പൂർണ്ണമായും അവസാനിക്കുന്നു. ആകാശം ഇനി നീലമല്ല, പകരം കറുത്ത ഒരു പുതപ്പ് പോലെ നമ്മെ പൊതിയുന്നു. നക്ഷത്രങ്ങൾ ഇപ്പോൾ മിന്നാതെ സ്ഥിരമായ പ്രകാശബിന്ദുക്കളായി തിളങ്ങുന്നു. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് പൂർണ്ണമായി മോചിതരായി നാം ബഹിരാകാശത്തിന്റെ അനന്തതയിലേക്ക് കടക്കുകയാണ്. ഈ യാത്രയിൽ 100 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഭൂമിയെ നോക്കുമ്പോൾ അവൾ ഒരു ചെറിയ ഗോളമായി മാറുന്നു. 400 കിലോമീറ്റർ ഉയരത്തിൽ അവളുടെ പൂർണ്ണ രൂപം നമുക്ക് ദൃശ്യമാകുന്നു. നീലയും വെള്ളയും പച്ചയും കലർന്ന ഒരു അത്ഭുതം. കാൾ സാഗൻ എന്ന ശാസ്ത്രജ്ഞൻ ഇതിനെ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് വിളിച്ചത് എത്ര ശരിയാണ്. ഈ ചെറിയ ഗോളത്തിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ഇനി നമ്മെ കാത്തിരിക്കുന്നത് സൗരയൂഥത്തിന്റെ വിസ്മയങ്ങളാണ്. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ അതിരുകൾ കടന്ന് ബഹിരാകാശത്തിന്റെ കറുത്ത ശൂന്യതയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ യാത്രയുടെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നു. നമ്മുടെ സ്വന്തം സൗരയൂഥത്തിന്റെ അത്ഭുതങ്ങൾ പരിചയപ്പെടാനുള്ള ഒരു സാഹസിക പര്യടനം. ഈ യാത്രയുടെ കേന്ദ്രബിന്ദുവിൽ നമ്മുടെ സൂര്യൻ തിളങ്ങുന്നു, എല്ലാറ്റിന്റെയും ഉറവിടവും ജീവന്റെ ആധാരവും. ആദ്യം നമുക്ക് ഈ പ്രകാശദീപ്തിയുടെ രാജാവിനെ അടുത്തറിയാം. സൗരയൂഥത്തിന്റെ ഹൃദയം. സൂര്യൻ ഒരു നക്ഷത്രമാണ്. നമ്മുടെ സൗരയൂഥത്തിന്റെ മധ്യത്തിൽ 1.4 ലക്ഷം കിലോമീറ്റർ വ്യാസവുമായി നിലകൊള്ളുന്ന ഒരു ഭീമാകാരൻ. ഇതിന്റെ ഉപരിതല താപനില ഏകദേശം 5500°C ആണ്. എന്നാൽ അതിന്റെ കാമ്പിൽ ആ താപനില 1.5 കോടി °C വരെ എത്തുന്നു. ഈ അഗ്നിഗോളത്തിന്റെ 99.86% ഭാഗവും ഹൈഡ്രജനും ഹീലിയവും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയാണ്. ഹൈഡ്രജൻ അണുക്കൾ സംയോജിച്ച് ഹീലിയം ആയി മാറുമ്പോൾ അപാരമായ ഊർജം പുറത്തുവിടുന്നു.
ഈ ഊർജമാണ് ഭൂമിയിലെ ജീവനെ പോഷിപ്പിക്കുന്നത്. സൂര്യന്റെ ഉപരിതലത്തിൽ സോളർ ഫ്ലെയർസ്, സൺസ്പോട്സ് എന്നിവ പോലുള്ള അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ നാം കാണുന്നു. സോളർ ഫ്ലെയർസ് എന്നത് സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ഊർജ്ജവിസ്ഫോടനങ്ങളാണ്. ഇവ ഭൂമിയിലെ വാർത്താവിനിമയ സംവിധാനങ്ങളെ പോലും ബാധിക്കാറുണ്ട്. സൺസ്പോട്സ് എന്നത് താപനില കുറഞ്ഞ കറുത്ത പാടുകളാണ്, എന്നാൽ അവയും ശക്തമായ കാന്തിക പ്രവർത്തനങ്ങളുടെ ഫലമാണ്. 11 വർഷത്തെ ഒരു സോളർ സൈക്കിളിനനുസരിച്ച് ഈ പ്രതിഭാസങ്ങൾ മാറി മാറി വരുന്നു. 2025 ഈ വർഷം നാം സോളർ മാക്സിമം ഇന്റെ ഒരു ഘട്ടത്തിലാണ്. സൂര്യന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തുന്ന ഒരു കാലം. നമുക്ക് സൂര്യനെ ഒരു വലിയ അടുപ്പായി സങ്കല്പിക്കാം. അതിന്റെ ചൂടിൽ നിന്ന് നമ്മുടെ ഗ്രഹങ്ങൾക്ക് ഊർജവും പ്രകാശവും ലഭിക്കുന്നു. എന്നാൽ ഈ അഗ്നിഗോളത്തിന് ചുറ്റും അതിന്റെ ഗുരുത്വാകർഷണത്തിൽ കറങ്ങുന്ന ഗ്രഹങ്ങളുണ്ട്. അവയിലേക്ക് നമുക്ക് യാത്ര തുടരാം. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ബുധൻ, വെറും 5.8 കോടി കിലോമീറ്റർ മാത്രം അകലെ. ഈ ചെറിയ ഗ്രഹത്തിന്റെ വ്യാസം 4880 കിലോമീറ്റർ മാത്രമാണ്, നമ്മുടെ ചന്ദ്രനേക്കാൾ അല്പം വലുത്. എന്നാൽ ഇവിടെ താപനില അത്യന്തം വ്യത്യസ്തമാണ്. പകൽ സമയത്ത് 427 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടും രാത്രിയിൽ -173 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പും. ബുധന് അന്തരീക്ഷം ഏതാണ്ട് ഇല്ലാത്തതിനാൽ സൂര്യന്റെ ചൂടും തണുപ്പും നേരിട്ട് അനുഭവപ്പെടുന്നു. ബുധന്റെ ഉപരിതലം ക്രേറ്ററുകളാൽ നിറഞ്ഞിരിക്കുന്നു, ഒരു പഴയ യുദ്ധഭൂമിയെ പോലെ. ഏറ്റവും വലിയ ക്രേറ്റർ കാലറിസ് ബേസിൻ 1550 കിലോമീറ്റർ വ്യാപ്തിയുള്ളതാണ്. 2004 നാസയുടെ മെസ്സഞ്ചർ എന്ന ബഹിരാകാശ പേടകം ബുധനെ പഠിക്കാനെത്തി. അവിടെ ജലത്തിന്റെ ഐസ് അടങ്ങിയിരിക്കാമെന്ന് കണ്ടെത്തി. എല്ലാം ഈ ക്രേറ്ററുകളുടെ നിഴലിൽ മറഞ്ഞിരിക്കുന്നു. ഈ ചെറിയ ഗ്രഹം സൂര്യന്റെ അടുത്തുനിന്ന് നമ്മോട് ചോദിക്കുന്നു, ഇത്രയും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും ജീവന്റെ സാധ്യതകൾ മറഞ്ഞിരിക്കാമോ? നമ്മുടെ അടുത്ത ലക്ഷ്യം ശുക്രനാണ്, സൂര്യനിൽ നിന്ന് 10.8 കോടി കിലോമീറ്റർ അകലെ. ഈ ഗ്രഹം ഭൂമിയോട് വലിപ്പത്തിൽ സമാനമാണ്, 12104 കിലോമീറ്റർ വ്യാസവുമായി. ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ശുക്രൻ ഒരു തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെ കാണപ്പെടുന്നു, എന്നാൽ അതിന്റെ സൗന്ദര്യം ഒരു മറയാണ്. ഇവിടെ ഗ്രീൻഹൗസ് എഫക്റ്റ് അതിന്റെ ഏറ്റവും തീവ്രമായ രൂപത്തിൽ നിലനിൽക്കുന്നു. കാർബൺ ഡയോക്സൈഡിന്റെ കട്ടിയുള്ള അന്തരീക്ഷം ചൂടിനെ ഉള്ളിൽ പൂട്ടിയിടുന്നു. അതിനാൽ ഉപരിതല താപനില 462 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നു, സീസത്തെ ഉരുക്കാൻ പോലും മതി. ശുക്രന്റെ ഉപരിതലം വോൾക്കാനിക് ടെറൈനാൽ നിറഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങൾ ഇവിടെയുണ്ട്. 1990 മഗല്ലൻ എന്ന പേടകം ഈ ഗ്രഹത്തിന്റെ ഭൂപടം തയ്യാറാക്കി. അവിടെ മാക്സ്വെൽ മോൺടീസ് എന്ന 11 കിലോമീറ്റർ ഉയരമുള്ള ഒരു പർവ്വതം കണ്ടെത്തി. എന്നാൽ ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷ മർദ്ദം ഭൂമിയുടേതിനേക്കാൾ 92 മടങ്ങ് കൂടുതലാണ്, ഒരു സമുദ്രത്തിന്റെ അടിയിൽ നിൽക്കുന്നത് പോലെ. ശുക്രൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സൗന്ദര്യത്തിന് പിന്നിൽ അപകടവും മറഞ്ഞിരിക്കാം എന്നാണ്. ഇനി നമ്മുടെ സ്വന്തം ഭൂമിയിലേക്ക് തിരികെ നോക്കാം. സൂര്യനിൽ നിന്ന് 14.9 കോടി കിലോമീറ്റർ അകലെ 12742 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഗ്രഹം ഒരു അത്ഭുതമാണ്. ഇവിടെ ലിക്വിഡ് വാട്ടർ, ഓക്സിജൻ, മിതമായ താപനില എന്നിവ ജീവനെ സാധ്യമാക്കുന്നു. ഭൂമിയുടെ 71% ഭാഗവും സമുദ്രങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. അതിന്റെ അന്തരീക്ഷത്തിൽ 21% ഓക്സിജൻ ഉണ്ട്, നമ്മുടെ ശ്വാസത്തിന്റെ അടിസ്ഥാനം. ഹിമലയസ്, ആമസോൺ, ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നിവ പോലുള്ള പ്രകൃതി വിസ്മയങ്ങൾ ഈ ഗ്രഹത്തെ അലങ്കരിക്കുന്നു. ഭൂമി അതുല്യമാകുന്നത് അതിന്റെ ജീവജാലങ്ങളാണ്, സൂക്ഷ്മ ബാക്ടീരിയ മുതൽ ഭീമാകാരമായ തിമിംഗലങ്ങൾ വരെ. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന പ്രക്രിയ ഭൂമിയുടെ ഉപരിതലത്തെ പുനർനിർമ്മിക്കുന്നു. അതേസമയം മാഗ്നറ്റിക് ഫീൽഡ് സൂര്യന്റെ സോളർ വിൻഡിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. ഈ ഗ്രഹം ഒരു അമ്മയെ പോലെയാണ്, നമ്മെ പൊട്ടുന്നവൾ, നമ്മുടെ യാത്രയുടെ തുടക്കവും അവസാനവും. നമ്മുടെ അടുത്ത ലക്ഷ്യം ചൊവ്വയാണ്, സൂര്യനിൽ നിന്ന് 22.8 കോടി കിലോമീറ്റർ അകലെ. 6792 കിലോമീറ്റർ വ്യാസമുള്ള ഈ ചുവന്ന ഗ്രഹം അയൺ ഓക്സൈഡ് അഥവാ റസ്നാൽ നിറഞ്ഞതാണ്. അതാണ് അതിന്റെ നിറത്തിന് കാരണം. ചൊവ്വയിൽ ഒളിമ്പസ് മോൺസ് എന്ന ഒരു അഗ്നിപർവ്വതമുണ്ട്. 22 കിലോമീറ്റർ ഉയരവും 600 കിലോമീറ്റർ വ്യാപ്തിയും. സോളർ സിസ്റ്റമിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം. 2021 നാസയുടെ പെർസിവിയറൻസ് റോവർ ചൊവ്വയിൽ ഇറങ്ങി. ജസീറോ ക്രേറ്ററിൽ ജലത്തിന്റെയും ജീവന്റെയും അവശിഷ്ടങ്ങൾ തേടുന്നു. അടുത്തിടെ ചൊവ്വയിൽ ഒരു ലേക്ക് ബെഡിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഒരു കാലത്ത് ദ്രവരൂപത്തിലുള്ള ജലം ഇവിടെ ഒഴുകിയിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ചൊവ്വയുടെ ആകാശം പകൽ സമയത്ത് ചുവപ്പ് കലർന്നതും രാത്രിയിൽ തണുത്ത ഇരുണ്ടതുമാണ്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് പോലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ മനുഷ്യന്റെ ഒരു കോളനി സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നു. ചൊവ്വ നമ്മോട് ചോദിക്കുന്നു, മനുഷ്യന്റെ അടുത്ത വീട് ഞാനാകുമോ? ഇനി നമ്മുടെ യാത്ര സൗരയൂഥത്തിന്റെ പുറം ഭാഗങ്ങളിലേക്ക് തിരിയുന്നു. ചൊവ്വയുടെ അപ്പുറം ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന ഒരു വലയം കടന്ന് ഭീമാകാരമായ ഗ്യാസ് ജയന്റ്സിന്റെ ലോകത്തേക്ക് നാം പ്രവേശിക്കും. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ഈ ഗ്രഹങ്ങൾ അവയുടെ വലിപ്പവും അത്ഭുതങ്ങളും കൊണ്ട് നമ്മെ അമ്പരപ്പിക്കാൻ കാത്തിരിക്കുന്നു.
നമ്മുടെ യാത്ര ചൊവ്വയുടെ ചുവന്ന മണ്ണിൽ നിന്ന് അവസാനിച്ചെങ്കിലും സൗരയൂഥത്തിന്റെ അത്ഭുതങ്ങൾ ഇനിയും പൂർണ്ണമായിട്ടില്ല. ചൊവ്വക്കപ്പുറം ഒരു അതിരുകടന്ന് നാം ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന പാറക്കല്ലുകളുടെ വലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ വലയം ലക്ഷക്കണക്കിന് ആസ്ട്രോയിഡുകളാൽ നിറഞ്ഞിരിക്കുന്നു. ചെറിയ പാറക്കഷണങ്ങൾ മുതൽ 940 കിലോമീറ്റർ വ്യാസമുള്ള സിയറീസ് എന്ന ഡ്വാർഫ് പ്ലാനറ്റ് വരെ ഇവിടെ കാണാം. ഈ പ്രദേശം കടന്നാൽ സൗരയൂഥത്തിന്റെ ഭീമാകാരന്മാരായ ഗ്യാസ് ജയന്റ്സ് നമ്മെ കാത്തിരിക്കുന്നു: ബൃഹസ്പതി, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ ഗ്രഹങ്ങൾ അവയുടെ വലിപ്പവും രഹസ്യങ്ങളും കൊണ്ട് നമ്മുടെ മനസ്സിനെ അത്ഭുതപ്പെടുത്തുന്നു. സൂര്യനിൽ നിന്ന് 77.8 കോടി കിലോമീറ്റർ അകലെ വ്യാഴം എന്ന ഭീമൻ നമ്മെ സ്വാഗതം ചെയ്യുന്നു. 1,39,820 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഗ്രഹം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ്. ഭൂമിയെ 1300 മടങ്ങ് അടക്കാവുന്ന വലിപ്പം. ബൃഹസ്പതി ഹൈഡ്രജൻ 90% ഹീലിയം 10% ചേർന്ന ഒരു ഗ്യാസ് ജയന്റ് ആണ്. ഒരു നക്ഷത്രമാകാൻ അല്പം മാത്രം കുറഞ്ഞ ഒരു ഭീമൻ. ഇതിന്റെ ഉപരിതലത്തിൽ ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്ന ഒരു കൊടുങ്കാറ്റ് തിളങ്ങുന്നു. 16,000 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ കൊടുങ്കാറ്റ് ഭൂമിയെ മുഴുവൻ വിഴുങ്ങാൻ മതി. 300 വർഷത്തിലേറെയായി അത് കറങ്ങുന്നു. വ്യാഴത്തിന് 95-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. അവയിൽ ഗാലിലിയൻ മൂൺസ് എന്നറിയപ്പെടുന്ന 4 പ്രത്യേകം ശ്രദ്ധേയമാണ്. ആയോ എന്ന ഉപഗ്രഹം അഗ്നിപർവ്വതങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. 400-ലധികം വോൾക്കേനോകൾ അവിടെ ജ്വലിക്കുന്നു. യൂറോപ്പയുടെ ഉപരിതലം ഐസ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിനടിയിൽ ഒരു ലിക്വിഡ് ഓഷൻ മറഞ്ഞിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ജീവന്റെ സാധ്യതയുള്ള ഒരു ലോകം. ഗാനിമീഡ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ബുധനേക്കാൾ വലുതാണ്. കലിസ്റ്റോ ഈൽ ക്രേറ്ററുകൾ നിറഞ്ഞ ഒരു പുരാതന ഉപരിതലം നമ്മെ കാത്തിരിക്കുന്നു. 1979-ൽ വോയേജർ 1 ഈ ഗ്രഹത്തിന്റെ ചിത്രങ്ങൾ പകർത്തി. ഇപ്പോൾ ജൂനോ എന്ന പേടകം അതിന്റെ രഹസ്യങ്ങൾ കൂടുതൽ അനാവരണം ചെയ്യുന്നു. ബൃഹസ്പതിയെ കടന്ന് സൂര്യനിൽ നിന്ന് 142.7 കോടി കിലോമീറ്റർ അകലെ ശനി നമ്മെ അതിശയിപ്പിക്കുന്നു. 1,20,536 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഗ്രഹം അതിന്റെ റിംഗ് സിസ്റ്റം കൊണ്ടാണ് പ്രശസ്തം. ഈ വലയങ്ങൾ ഐസ്, റോക്ക്, ഡസ്റ്റ് എന്നിവയാൽ നിർമ്മിതമാണ്. 2,82,000 കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. എന്നാൽ വെറും 10 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെ കനം മാത്രമേ ഉള്ളൂ. ഈ വലയങ്ങൾ ഒരു കോസ്മിക് ഡാൻസിനെ പോലെ ശനിയെ ചുറ്റുന്നു. അതിന്റെ ഭംഗി ഒരു ദൂരദർശിനിയിലൂടെ പോലും ആസ്വദിക്കാം. ശനിക്ക് 83 ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിട്ടുണ്ട്. അവയിൽ ടൈറ്റൻ ഏറ്റവും വലുതാണ്. 5,150 കിലോമീറ്റർ വ്യാസമുള്ള ടൈറ്റൻ ബുധനേക്കാൾ വലുതാണ്. അതിന്റെ അന്തരീക്ഷം മീഥെയ്നും നൈട്രോജനും കൊണ്ട് സമ്പുഷ്ടമാണ്. 2005-ൽ ഹുഗെയിൻസ് പ്രോബ് ഇവിടെ ഇറങ്ങി ലിക്വിഡ് മീഥെയ്നിന്റെ തടാകങ്ങൾ കണ്ടെത്തി. ഭൂമിക്ക് പുറത്ത് ദ്രവരൂപത്തിലുള്ള തടാകങ്ങൾ കാണപ്പെട്ട ആദ്യ സ്ഥലം. അൻസലാഡസ് എന്ന മറ്റൊരു ഉപഗ്രഹത്തിൽ ഗീസകൾ ഐസും വാതകവും ബഹിരാകാശത്തേക്ക് ചീറ്റുന്നു. അതിനടിയിൽ ഒരു ഓഷൻ മറഞ്ഞിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നു. കസീനി എന്ന പേടകം 2017 വരെ ശനിയെ പഠിച്ചു. അതിന്റെ വലയങ്ങളുടെ ഉത്ഭവം ഒരു പഴയ ഉപഗ്രഹത്തിന്റെ തകർച്ചയാണെന്ന് വെളിപ്പെടുത്തി. നമ്മുടെ യാത്ര സൂര്യനിൽ നിന്ന് 287.1 കോടി കിലോമീറ്റർ അകലെയുള്ള യുറാനസിലേക്ക് നീളുന്നു. 51,118 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഐസ് ജയന്റ് മീഥെയ്ൻ 4 നീലകലർന്ന പച്ച നിറത്തിൽ തിളങ്ങുന്നു. യുറാനസിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ 98 ഡിഗ്രി ചെരിവുള്ള ആക്സസ് ആണ്. ഇത് മറ്റൊരു ഗ്രഹവുമായുള്ള പുരാതന കൂട്ടിയിടിയുടെ ഫലമായിരിക്കാം. അതിനാൽ യുറാനസ് ഒരു പന്ത് ഉരുളുന്നത് പോലെ സൂര്യനെ ചുറ്റുന്നു. യുറാനസിന് 27 ഉപഗ്രഹങ്ങൾ അറിയപ്പെടുന്നു. അവയിൽ ടൈറ്റേനിയ, ഒബറോൺ എന്നിവ പ്രധാനമാണ്. 1986-ൽ വോയേജർ 2 ഈ ഗ്രഹത്തിനു സമീപത്തെത്തി. അതിന്റെ ഉപരിതലത്തിൽ ഒരു വലിയ സ്റ്റോം കണ്ടെത്തി. യുറാനസിന്റെ അന്തരീക്ഷം -224 ഡിഗ്രി സെൽഷ്യസ് വരെ തണുത്തതാണ്. മീഥെയ്ൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. ഈ ഗ്രഹത്തിന്റെ ഭംഗി ഒരു കോസ്മിക് ജെമ്മിനെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അതിന്റെ ശൈത്യം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. സൗരയൂഥത്തിന്റെ ഏറ്റവും പുറത്തുള്ള ഗ്രഹമായ നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് 449.8 കോടി കിലോമീറ്റർ അകലെയാണ്. 49,244 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഐസ് ജയന്റ് മീഥെയ്ൻ 4 തിളങ്ങുന്ന ഒരു ആഴമായ നീല നിറത്തിലാണ്. നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ അത്ഭുതം അതിന്റെ വിൻഡ്സ് ആണ്. 1600 കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ വീശുന്നു. സോളർ സിസ്റ്റമിലെ ഏറ്റവും വേഗതയേറിയ കാറ്റ്. ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് എന്ന ഒരു കൊടുങ്കാറ്റ് 1989-ൽ വോയേജർ 2 കണ്ടെത്തി. എന്നാൽ അത് പിന്നീട് അപ്രത്യക്ഷമായി. പുതിയവ ഉണ്ടാകുന്നു. നെപ്റ്റ്യൂണിന് 14 ഉപഗ്രഹങ്ങൾ അറിയപ്പെടുന്നു. അവയിൽ ട്രൈറ്റൻ ഏറ്റവും വലുതാണ്. ട്രൈറ്റനിന്റെ ഉപരിതലം -235 ഡിഗ്രി സെൽഷ്യസ് തണുപ്പാണ്. എന്നാൽ ഗീസകൾ നൈട്രോജനെ ബഹിരാകാശത്തേക്ക് ചീറ്റുന്നു. ഈ ഉപഗ്രഹം റെട്രോഗ്രേഡ് ഓർബിറ്റിൽ കറങ്ങുന്നു. ഒരു കാലത്ത് ക്യൂപ്പർ ബെൽറ്റിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാകാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. നെപ്റ്റ്യൂൺ ഒരു കോസ്മിക് സിംഫണിയെ പോലെയാണ്. കാറ്റും നീലിമയും ചേർന്ന ഒരു അത്ഭുതം.
നെപ്റ്റ്യൂണിനുപുറം ഡ്വാർഫ് പ്ലാനറ്റ്സ് നമ്മെ കാത്തിരിക്കുന്നു. പ്ലൂട്ടോ 2377 കിലോമീറ്റർ വ്യാസവും സൂര്യനിൽ നിന്ന് 590 കോടി കിലോ ആയിഗർ അകലെയും ഒരു കാലത്ത് 9ാമത്തെ ഗ്രഹമായിരുന്നു. 2015 ന്യൂ ഹൊറൈസൺസ് പേടകം പ്ലൂട്ടോവിന്റെ ഹാർട്ട് ഷേപ്പ് റീജിയൻ കണ്ടെത്തി. ഐസും നൈട്രോജൻ 4 നിറഞ്ഞ ഒരു ലോകം. എറസ്, ഹൗമ, മേക്മേക്ക് എന്നിവയും ക്യുവപ്പ ബെൽറ്റിലെ ഡ്വാർഫ് പ്ലാനറ്റ്സ് ആണ്. ക്യുവപ്പ ബെൽറ്റ് 30 മുതൽ 50 ജ്യോതിശാസ്ത്ര യൂണിറ്റ് വരെ വിസ്തൃതിയിൽ ഐസി ബോഡീസ് 4 നിറഞ്ഞിരിക്കുന്നു. ഷോർട്ട് പീരിയഡ് കോമറ്റ്സിന്റെ ഉറവിടം. വോയേജർ 1, വോയേജർ 2 എന്നിവ സൗരയൂഥത്തിന്റെ പുറം ഗ്രഹങ്ങളെ പഠിച്ചു. ഇപ്പോൾ ഇന്റർസ്റ്റെല്ലർ സ്പേസിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പയനിയർ 10, 11, ഗാലലിയോ, കസീനി, ജുനോ എന്നിവയും ഈ അത്ഭുതങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു. ഇവയെല്ലാം മനുഷ്യന്റെ അന്വേഷണത്വരയുടെ തെളിവാണ്. നെപ്റ്റ്യൂണിനും ക്യുവപ്പ ബെൽറ്റിനും അപ്പുറം സൗരയൂഥത്തിന്റെ അതിർത്തി മങ്ങുന്നു. ഇനി നമ്മെ കാത്തിരിക്കുന്നത് ഓട്ട് ക്ലൗഡ് ആണ്. കോമറ്റ്സിന്റെ ഒരു ദൂരസ്ഥ വലയം നമ്മെ ഇന്റർസ്റ്റെല്ലർ സ്പേസിലേക്ക് നയിക്കുന്നു. നമ്മുടെ സൗരയൂഥത്തിന്റെ ഭീമാകാരന്മാരായ ഗ്രഹങ്ങളെയും അവയുടെ ഉപഗ്രഹങ്ങളെയും ക്യുവപ്പ ബെൽറ്റിന്റെ ഐസ് നിറഞ്ഞ ലോകങ്ങളെയും കണ്ട് നാം അത്ഭുതസ്തബ്ധരായിരിക്കുന്നു. എന്നാൽ നെപ്റ്റ്യൂണിന്റെ നീലിമയ്ക്കും പ്ലൂട്ടോവിന്റെ തണുത്ത പ്രദേശങ്ങൾക്കും അപ്പുറം നമ്മുടെ സൂര്യന്റെ സാമ്രാജ്യം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി നമ്മുടെ യാത്ര ഒരു അതിരിലേക്ക് നീളുന്നു, ഓട്ട് ക്ലൗഡ് എന്ന ഒരു രഹസ്യമായ അദൃശ്യമായ വലയത്തിലേക്ക്. ഈ പ്രദേശം സൗരയൂഥത്തിന്റെ അതിർത്തിയെ അടയാളപ്പെടുത്തുന്നു, ഒപ്പം നമ്മെ നക്ഷത്രാന്തര ലോകത്തിന്റെ വാതിൽപ്പടിയിലേക്ക് നയിക്കുന്നു. ഓട്ട് ക്ലൗഡ് എന്നത് ഒരു സൈദ്ധാന്തിക ഘടനയാണ്. സൂര്യനെ ചുറ്റി ഒരു ഭീമാകാരമായ ഗോളാകൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇതിന്റെ അകത്തെ അതിർ സൂര്യനിൽ നിന്ന് ഏകദേശം 2000 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് അകലെ ആരംഭിക്കുന്നു. അതിന്റെ പുറം അതിർ 1,00,000 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് വരെ നീളുന്നു, അതായത് ഒരു ലൈറ്റ് ഇയറിന്റെ 2 ദൂരം. ഒരു ഓ എന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ്, 14.9 കോടി കിലോമീറ്റർ. അതിനാൽ ഓട്ട് ക്ലൗഡിന്റെ വലിപ്പം നമ്മുടെ ഭാവനയെ പോലും കവിയുന്നതാണ്. ഈ ദൂരസ്ഥ വലയം ട്രില്യൺസ് എന്ന തോതിൽ ഐസി ബോഡീസ് 4 നിറഞ്ഞിരിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു. ചെറിയ ഐസ് കഷണങ്ങൾ മുതൽ കിലോമീറ്ററുകൾ വലിപ്പമുള്ള വസ്തുക്കൾ വരെ. ഈ ഐസി ബോഡീസ് പ്രധാനമായും വാട്ടർ ഐസ്, അമോണിയ, മീഥെയ്ൻ എന്നിവയുടെ മഞ്ഞുരൂപങ്ങളാണ്. ജാൻ ഓട്ട് എന്ന ഡച്ച് ജ്യോതിശാസ്ത്രജ്ഞനാണ് 1950-ൽ ഈ ഘടനയെക്കുറിച്ച് ആദ്യമായി സിദ്ധാന്തം മുന്നോട്ടുവെച്ചത്. ലോങ് പീരിയഡ് കോമറ്റ്സിന്റെ ഉത്ഭവം വിശദീകരിക്കാൻ ഓട്ട് ക്ലൗഡിനെ ഒരു കോസ്മിക് ഫ്രീസറിനോട് ഉപമിക്കാം. സൗരയൂഥത്തിന്റെ ആദിമ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചുവെച്ചിരിക്കുന്ന ഒരു ശീതീകരണ പെട്ടി. ഓട്ട് ക്ലൗഡിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അത് കോമറ്റ്സിന്റെ ഒരു ഉറവിടമാണെന്നതാണ്. ഹാലി എസ് കോമറ്റ്, ഹേൽ ബോബ് കോമറ്റ് പോലുള്ള ലോങ് പീരിയഡ് കോമറ്റ്സ് ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ ധൂമകേതുക്കൾക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെ ഓർബിറ്റ് പീരിയഡ് ഉണ്ട്. അവ ഓട്ട് ക്ലൗഡിന്റെ ദൂരത്തിൽ നിന്ന് സൂര്യനടുത്തേക്ക് യാത്ര ചെയ്യുന്നു. എന്താണ് ഇവയെ സൂര്യനിലേക്ക് ആകർഷിക്കുന്നത്? ചിലപ്പോൾ അടുത്തുള്ള ഒരു നക്ഷത്രത്തിന്റെ ഗുരുത്വാകർഷണം ഓട്ട് ക്ലൗഡിന്റെ വസ്തുക്കളെ തള്ളിവിടുന്നു. ഉദാഹരണത്തിന് പ്രാക്സിമസ് സെന്റോറി പോലുള്ള നക്ഷത്രങ്ങൾ ഇത്തരം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം. സൂര്യനടുത്തെത്തുമ്പോൾ ഈ ഐസി ബോഡീസ് ചൂടാകുന്നു. വാട്ടർ വേപ്പർ, ഡസ്റ്റ് എന്നിവ പുറപ്പെടുവിച്ച് ഒരു തേൽ രൂപപ്പെടുത്തുന്നു. നമ്മുടെ ആകാശത്ത് ഒരു പ്രകാശരേഖയായി തിളങ്ങുന്ന ധൂമകേതു. ഹാലി എസ് കോമറ്റ് 76 വർഷത്തിലൊരിക്കൽ നമ്മെ സന്ദർശിക്കുന്നു. അടുത്തത് 2061-ലാണ്. ഓട്ട് ക്ലൗഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ കോസ്മിക് വിസിറ്റേഴ്സ് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയുമായിരുന്നില്ല. ഈ ധൂമകേതുക്കൾ സൗരയൂഥത്തിന്റെ ആദിമ ചരിത്രത്തിന്റെ സാക്ഷികളാണ്. 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള അവശിഷ്ടങ്ങൾ. ഓട്ട് ക്ലൗഡിനെ നേരിട്ട് നിരീക്ഷിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, കാരണം അതിന്റെ ദൂരവും വസ്തുക്കളുടെ ചെറിയ വലിപ്പവും. എന്നാൽ അതിന്റെ സാന്നിധ്യം പരോക്ഷമായ തെളിവുകളിലൂടെ ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. ലോങ് പീരിയഡ് കോമറ്റ്സിന്റെ ഓർബിറ്റുകൾ സ്ഫെറിക്കൽ പാറ്റേണിൽ വരുന്നതാണ് ഒരു പ്രധാന തെളിവ്. ഇത് ഓട്ട് ക്ലൗഡിന്റെ ഗോളാകൃതിയെ സൂചിപ്പിക്കുന്നു. ക്യുവപ്പ ബെൽറ്റിൽ നിന്ന് വരുന്ന ഷോർട്ട് പീരിയഡ് കോമറ്റ്സിന്റെ ഓർബിറ്റുകൾ ഫ്ലാറ്റ് ആണ്, എന്നാൽ ഓട്ട് ക്ലൗഡിന്റെ കോമറ്റ്സ് വ്യത്യസ്ത ദിശകളിൽ നിന്ന് എത്തുന്നു. നമ്മുടെ സൗരയൂഥത്തിന്റെ രൂപീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഗ്രഹങ്ങൾ രൂപപ്പെട്ടപ്പോൾ ശേഷിച്ച മെറ്റീരിയൽ ഓട്ട് ക്ലൗഡിലേക്ക് തള്ളപ്പെട്ടതാകാം. വോയേജർ 1, വോയേജർ 2 എന്നീ പേടകങ്ങൾ ഇപ്പോൾ ഇന്റർസ്റ്റെല്ലർ സ്പേസിലേക്ക് പ്രവേശിച്ചെങ്കിലും ഓട്ട് ക്ലൗഡിന്റെ അകത്തെ അതിർ പോലും അവ എത്തിയിട്ടില്ല. അതിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ ഈ ദൂരസ്ഥ വലയം സൂര്യന്റെ ഗുരുത്വാകർഷണത്തിന്റെ അവസാന അടയാളമാണ്. ഇതിനുപുറം നമ്മുടെ നക്ഷത്രത്തിന്റെ ആധിപത്യം മങ്ങുന്നു. ഓട്ട് ക്ലൗഡ് ഒരു കോസ്മിക് ഷീൽഡിനെ പോലെ പ്രവർത്തിക്കുന്നുവെന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഇന്റർസ്റ്റെല്ലർ സ്പേസിൽ നിന്ന് വരുന്ന ചെറിയ വസ്തുക്കളെ ഇത് തടയാം. അതുപോലെ കോമറ്റ്സിനെ സൗരയൂഥത്തിന്റെ ഉൾഭാഗത്തേക്ക് അയക്കുന്നു. 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജലം എത്തിച്ചത് കോമറ്റ്സ് ആയിരിക്കാമെന്ന് ഒരു സിദ്ധാന്തം പറയുന്നു. അങ്ങനെയെങ്കിൽ ഓട്ട് ക്ലൗഡ് നമ്മുടെ ജീവന്റെ ഉത്ഭവത്തിൽ ഒരു പങ്ക് വഹിച്ചിരിക്കാം. ഈ വലയത്തിന്റെ ദൂരം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. സൂര്യനിൽ നിന്ന് 1,00,000 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് അകലെ, എന്നാൽ
അടുത്ത നക്ഷത്രമായ പ്രാക്സിമ സെന്റോറി 2,68,000 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് മാത്രം അകലെയാണ്. ഓട്ട് ക്ലൗഡ് ഒരു കോസ്മിക് ബ്രിഡ്ജിനെ പോലെയാണ്, നമ്മുടെ സൗരയൂഥത്തിന്റെ അവസാനവും അടുത്ത നക്ഷത്രത്തിന്റെ തുടക്കവും. ഇതിന്റെ ശീതീകരണപ്പെട്ട ശൂന്യതയിൽ നമ്മുടെ സൂര്യന്റെ പ്രകാശം ഒരു മങ്ങിയ തിളക്കം മാത്രമാണ്, എന്നാൽ അത് ഇപ്പോഴും ഈ വസ്തുക്കളെ തന്റെ ഗുരുത്വാകർഷണത്തിൽ പിടിച്ചു നിർത്തുന്നു. ഓട്ട് ക്ലൗഡിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു അനന്തമായ ശൂന്യതയിലേക്ക് വ്യാപിക്കുന്നു. ഈ ഐസ് നിറഞ്ഞ വലയം ഒരു കോസ്മിക് ഓഷ്യന്റെ അതിർത്തിയെ പോലെയാണ്. നമുക്ക് അത് നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിലും അതിന്റെ സാന്നിധ്യം നമ്മുടെ ഭാവനയെ ഉണർത്തുന്നു. ശാസ്ത്രജ്ഞർക്ക് ഇത് ഒരു പുതുക്കപ്പെടാത്ത പുസ്തകമാണ്. ഓരോ കോമറ്റും അതിൽ നിന്ന് വരുന്ന ഒരു പേജ് പോലെ സൗരയൂഥത്തിന്റെ പുരാതന കഥ വിവരിക്കുന്നു. നമ്മുടെ ഭൂമിയിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര സൂര്യന്റെ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും കടന്ന് ഇപ്പോൾ ഈ ദൂരസ്ഥ വലയത്തിൽ എത്തിനിൽക്കുന്നു. ഓട്ട് ക്ലൗഡിന്റെ ശീതളമായ ശൂന്യതയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സൂര്യൻ ഒരു ചെറിയ തിളക്കമുള്ള ബിന്ദുവായി മാറുന്നു, എന്നാൽ അതിന്റെ പ്രകാശം ഇപ്പോഴും നമ്മെ നയിക്കുന്നു. എന്നാൽ ഈ അതിർ കടന്നാൽ നമ്മെ കാത്തിരിക്കുന്നത് മറ്റൊരു നക്ഷത്രത്തിന്റെ ലോകമാണ്, പ്രാക്സിമ സെന്റോറി. ഓട്ട് ക്ലൗഡിന്റെ പുറം അതിർ കടക്കുമ്പോൾ നമ്മുടെ സൂര്യന്റെ ഗുരുത്വാകർഷണം അവസാനിക്കുന്നു. ഇനി നമ്മുടെ യാത്ര ഇന്റർസ്റ്റെല്ലർ സ്പേസിലേക്ക് തിരിയുന്നു. അവിടെ അടുത്ത നക്ഷത്രമായ പ്രാക്സിമ സെന്റോറി നമ്മെ സ്വാഗതം ചെയ്യുന്നു, നമ്മുടെ അയൽവാസിയും ഒരു പുതിയ അത്ഭുതവും. നമ്മുടെ സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഓട്ട് ക്ലൗഡിന്റെ ശീതളമായ ശൂന്യതയിൽ നിന്ന് നാം ഇപ്പോൾ ഒരു പുതിയ ലോകത്തേക്ക് കടക്കുകയാണ്, ഇന്റർസ്റ്റെല്ലർ സ്പേസ് എന്ന നക്ഷത്രാന്തര ശൂന്യതയിലേക്ക്. ഓട്ട് ക്ലൗഡിന്റെ പുറം അതിർ കടക്കുമ്പോൾ നമ്മുടെ സൂര്യന്റെ ഗുരുത്വാകർഷണം മങ്ങുന്നു, അതിന്റെ പ്രകാശം ഒരു മങ്ങിയ തിളക്കമായി മാറുന്നു. എന്നാൽ ഈ ശൂന്യതയിൽ നാം ഒറ്റക്കല്ല, ദൂരെ മറ്റൊരു നക്ഷത്രം നമ്മെ സ്വാഗതം ചെയ്യുന്നു, നമ്മുടെ ഏറ്റവും അടുത്ത അയൽവാസിയായ പ്രാക്സിമ സെന്റോറി. ഇനി ഈ നക്ഷത്രവും അതിന്റെ ചുറ്റുപാടുകളും നമുക്ക് പരിചയപ്പെടാം, നമ്മുടെ സൂര്യന്റെ അപ്പുറത്തുള്ള ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം. പ്രാക്സിമ സെന്റോറി നമ്മുടെ സൂര്യനിൽ നിന്ന് 4.24 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്, അതായത് 40 ലക്ഷം കോടി കിലോമീറ്റർ. ഒരു ലൈറ്റ് ഇയർ എന്നത് പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ്, 9.46 ലക്ഷം കോടി കിലോമീറ്റർ. ഈ ദൂരം സങ്കൽപ്പിക്കാൻ നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം ഒരു ജ്യോതിശാസ്ത്ര യൂണിറ്റ് 2,68,000 തവണ ആവർത്തിച്ചാൽ മാത്രമേ പ്രാക്സിമ സെന്റോറിയിലെത്തൂ. എന്നാൽ ഈ വലിയ ദൂരമുണ്ടായിട്ടും ഇത് നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രമാണ്. പ്രാക്സിമ സെന്റോറി ഒരു റെഡ് ഡ്വാർഫ് നക്ഷത്രമാണ്, സൂര്യനേക്കാൾ വളരെ ചെറുതും തണുത്തതും. ഇതിന്റെ വ്യാസം 2 ലക്ഷം കിലോമീറ്റർ മാത്രമാണ്, സൂര്യന്റെ 1/7 വലിപ്പം. ഇതിന്റെ ഉപരിതല താപനില 3000 ഡിഗ്രി സെൽഷ്യസ് ആണ്, സൂര്യന്റെ 5500 ഡിഗ്രിയേക്കാൾ കുറവ്. ഹൈഡ്രജൻ ഫ്യൂഷനാൽ ഊർജം ഉത്പാദിപ്പിക്കുന്ന ഈ നക്ഷത്രം സൂര്യന്റെ 0.12% മാത്രം ദൃശ്യപ്രകാശം പുറപ്പെടുവിക്കുന്നു, എന്നാൽ ഇൻഫ്രറെഡ് ലൈറ്റിൽ തിളങ്ങുന്നു. റെഡ് ഡ്വാർഫിന്റെ ചുവപ്പ് നിറം അതിന്റെ താഴ്ന്ന താപനിലയുടെ സൂചനയാണ്, ഒരു കോസ്മിക് ലാന്റൻ പോലെ മങ്ങിയെങ്കിലും നിലനിൽക്കുന്നു. പ്രാക്സിമ സെന്റോറി ആൽഫ സെന്റോറി എന്ന നക്ഷത്രവ്യവസ്ഥയുടെ ഭാഗമാണ്. ആൽഫ സെന്റോറിയിൽ 2 വലിയ നക്ഷത്രങ്ങളുണ്ട്, ആൽഫ സെന്റോറി എ, ആൽഫ സെന്റോറി ബി. ഇവ സൂര്യനോട് സമാനമായവയാണ്, 4.37 ലൈറ്റ് ഇയേഴ്സ് അകലെ. എന്നാൽ പ്രാക്സിമ അവയെ ചുറ്റുന്ന ഒരു ചെറിയ സഹയാത്രികനാണ്, അവയിൽ നിന്ന് 0.2 ലൈറ്റ് ഇയേഴ്സ് അകലെ. ഈ 3 നക്ഷത്രങ്ങളും നമ്മുടെ അടുത്തുള്ളവയാണ്, ഒരു ഗലാക്ടിക് നെയ്ബർഹുഡിന്റെ തുടക്കം. പ്രാക്സിമ സെന്റോറിയെക്കുറിച്ചുള്ള ഏറ്റവും ആവേശകരമായ കണ്ടെത്തൽ 2016-ലാണ്. പ്രാക്സിമ ബി എന്ന ഒരു എക്സോപ്ലാനറ്റ് ഇവിടെ കണ്ടെത്തി. ഈ ഗ്രഹം ഭൂമിയേക്കാൾ 1.17 മടങ്ങ് വലുതാണ്. പ്രാക്സിമയെ 11.2 ദിവസം കൊണ്ട് ഒരു ഓർബിറ്റ് പൂർത്തിയാക്കുന്നു. ഇത് ഹാബിറ്റബിൾ സോണിനുള്ളിലാണ്, ലിക്വിഡ് വാട്ടർ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ദൂരം. എന്നാൽ പ്രാക്സിമ റെഡ് ഡ്വാർഫ് ആയതിനാൽ സോളർ ഫ്ലെയർസ് പോലുള്ള പ്രവർത്തനങ്ങൾ ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെ നശിപ്പിച്ചിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. 2022-ൽ പ്രാക്സിമ ഡി എന്ന മറ്റൊരു ചെറിയ ഗ്രഹവും കണ്ടെത്തി, 5 ദിവസത്തെ ഓർബിറ്റിനോടെ. പ്രാക്സിമ ബിയെ ഒരു ഭൂമിയുടെ ഇരട്ട സഹോദരിയായി സങ്കൽപ്പിക്കാം, എന്നാൽ അവിടെ ജീവൻ നിലനിൽക്കുന്നുണ്ടോ? ബ്രേക്ക് ത്രൂ സ്റ്റാർ ഷോട്ട് എന്ന പദ്ധതി ചെറിയ ലൈറ്റ് ഡ്രിവൻ പ്രോബ്സ് ഉപയോഗിച്ച് പ്രാക്സിമയിലേക്ക് യാത്രയ്ക്ക് പദ്ധതിയിടുന്നു, 20 വർഷത്തിനുള്ളിൽ അവിടെ എത്താൻ ശ്രമിക്കുന്നു. ഈ ഗ്രഹങ്ങൾ നമ്മുടെ ജിജ്ഞാസയെ ഉണർത്തുന്നു, നമ്മുടെ അടുത്തുള്ള ഒരു ലോകം, എന്നാൽ അനന്തമായ ദൂരത്തിൽ. നമ്മുടെ സൂര്യനുമായി പ്രാക്സിമ സെന്റോറിയെ താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ അതിശയകരമാണ്. സൂര്യൻ ഒരു മെയിൻ സീക്വൻസ് സ്റ്റാർ ആണ്, 4.6 ബില്യൺ വർഷം പഴക്കവും 10 ബില്യൺ വർഷം ആയുസ്സും. പ്രാക്സിമ ഒരു റെഡ് ഡ്വാർഫായി 7 ബില്യൺ വർഷം പഴക്കമുണ്ട്, എന്നാൽ ഇതിന് ട്രില്യൺസ് വർഷം ജീവിക്കാൻ കഴിയും, പ്രപഞ്ചത്തിന്റെ ഇപ്പോഴത്തെ ഏജിനേക്കാൾ ദൈർഘ്യമേറിയത്. സൂര്യന്റെ ഭാരത്തിന്റെ 12% മാത്രമാണ് പ്രാക്സിമ അക്ക്, എന്നാൽ അതിന്റെ എനർജി എഫിഷ്യൻസി അതിനെ നിലനിർത്തുന്നു.
സൂര്യൻ ഒരു ശക്തനായ രാജാവെങ്കിൽ പ്രാക്സിമ ഒരു ചെറിയ എന്നാൽ ദീർഘായുസ്സുള്ള പ്രകാശദീപമാണ്. പ്രാക്സിമ സെന്റോറി അക്ക് പുറമെ ആൽഫ സെന്റോറി എയും ബിയും നമ്മുടെ അടുത്ത അയൽക്കാർ തന്നെയാണ്. ആൽഫ സെന്റോറി എ സൂര്യനോട് വലിപ്പത്തിലും താപനിലയിലും സമാനമാണ്, 5800°C ഉപരിതലവുമായി. ആൽഫ സെന്റോറി ബി ഒരു ഓറഞ്ച് ഡ്വാർഫാണ്, അല്പം ചെറുതും തണുത്തതും, 4000°C. ഈ രണ്ട് നക്ഷത്രങ്ങളും ഒരു ബൈനറി സിസ്റ്റമിന് രൂപം നൽകുന്നു, പരസ്പരം 11 ജ്യോതിശാസ്ത്ര യൂണിറ്റ് മുതൽ 36 ജ്യോതിശാസ്ത്ര യൂണിറ്റ് വരെ ദൂരത്തിൽ ചുറ്റുന്നു. 2012 ആൽഫ സെന്റോറി ബി എന്ന ഒരു എക്സോപ്ലാനറ്റ് കണ്ടെത്തിയെങ്കിലും അതിന്റെ നിലനിൽപ്പ് ഇപ്പോൾ സംശയത്തിലാണ്. നമ്മുടെ സൂര്യനിൽ നിന്ന് 10 ലൈറ്റ് ഇയേഴ്സിനുള്ളിൽ മറ്റ് നക്ഷത്രങ്ങളുമുണ്ട്. ബാനാർഡ് എസ് സ്റ്റാർ 5.96 ലൈറ്റ് ഇയേഴ്സ് അകലെ ഒരു റെഡ് ഡ്വാർഫാണ്. 2018 ഒരു സൂപ്പർ എർത്ത് എക്സോപ്ലാനറ്റ് ഇവിടെ കണ്ടെത്തി. ലൂമൻ 16 വൈസ് 1049 മുതൽ 5319 വരെ 6.59 ലൈറ്റ് ഇയേഴ്സ് അകലെ ഒരു ബ്രൗൺ ഡ്വാർഫ് പെയറാണ്. നക്ഷത്രമാകാൻ പര്യാപ്തമല്ലാത്തവ. സീരിയസ് 8.58 ലൈറ്റ് ഇയേഴ്സ് അകലെ ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ്, ഒരു മെയിൻ സീക്വൻസ് സ്റ്റാറും വൈറ്റ് ഡ്വാർഫും ചേർന്ന ബൈനറി സിസ്റ്റം. ഈ നക്ഷത്രങ്ങൾ നമ്മുടെ ഗലാക്ടിക് നെയ്ബർഹുഡിന്റെ ഭാഗമാണ്, മിൽക്കി വേ ഗാലക്സിയുടെ ഒരു ചെറിയ മൂലയിൽ. പ്രാക്സിമ സെന്റോറി ഒരു കോസ്മിക് സ്റ്റെപ്പിംഗ് സ്റ്റോണിനെ പോലെയാണ്, നമ്മുടെ സൂര്യന്റെ അപ്പുറത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. ഈ നക്ഷത്രങ്ങൾ ഓരോന്നും വ്യത്യസ്തമാണ്, വലിപ്പത്തിലും താപനിലയിലും പ്രകാശത്തിലും. സീരിയസ് ഒരു ശക്തമായ ബീക്കനാണെങ്കിൽ പ്രാക്സിമ ഒരു മങ്ങിയ എന്നാൽ ശാന്തമായ തിളക്കമാണ്. ആൽഫ സെന്റോറി ഒരു ഡുവൽ ഡാൻസിനെ പ്രതിനിധീകരിക്കുന്നു, ബാനാർഡ് എസ് സ്റ്റാർ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഈ അടുത്തുള്ള നക്ഷത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രപഞ്ചം ഒരു വലിയ നഗരം പോലെയാണെന്നാണ്. നമ്മുടെ സൂര്യൻ ഒരു വീട് മാത്രം, ചുറ്റും അയൽവാസികൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളുടെ തുടക്കം മാത്രമാണ്. ഇവയുടെ ജനനവും മരണവും അവയുടെ ഗ്രഹങ്ങളും ഫിനോമിനകളും നമ്മെ കൂടുതൽ ആഴങ്ങളിലേക്ക് നയിക്കുന്നു. പ്രാക്സിമ സെന്റോറിയുടെ മങ്ങിയ പ്രകാശത്തിൽ നിന്ന് നമ്മുടെ യാത്ര ഇനി നക്ഷത്രങ്ങളുടെ ജനനവും മരണവും, ബ്ലാക്ക് ഹോൾസ്, ന്യൂട്രോൺ സ്റ്റാർസ്, സൂപ്പർനോവ എന്നിവയുടെ അത്ഭുതകരമായ ലോകത്തേക്ക് തിരിയുന്നു. പ്രപഞ്ചത്തിന്റെ ഈ കോസ്മിക് ഡ്രാമ നമ്മെ കാത്തിരിക്കുന്നു. നമ്മുടെ യാത്ര പ്രാക്സിമ സെന്റോറിയുടെ മങ്ങിയ ചുവപ്പ് പ്രകാശത്തിൽ നിന്ന് ഒരു പുതിയ അത്ഭുതലോകത്തേക്ക് തിരിയുകയാണ്. ഇന്റർസ്റ്റെല്ലർ സ്പേസിലെ ഈ അയൽനക്ഷത്രങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയത് പ്രപഞ്ചത്തിന്റെ അനന്തമായ വിസ്തൃതിയിലേക്കാണ്. എന്നാൽ ഈ നക്ഷത്രങ്ങൾ മാത്രമല്ല പ്രപഞ്ചത്തിന്റെ കഥ, അവയുടെ ജനനവും വളർച്ചയും മരണവും, അവ പരിണമിക്കുന്ന അത്ഭുതകരമായ വസ്തുക്കളും നമ്മെ കാത്തിരിക്കുന്നു. ഇനി നമുക്ക് നക്ഷത്രങ്ങളുടെ ജീവിതചക്രവും ബ്ലാക്ക് ഹോൾസ്, ന്യൂട്രോൺ സ്റ്റാർസ്, പൾസാർസ്, വൈറ്റ് ഡ്വാർഫ്സ്, സൂപ്പർനോവ എന്നിവയുടെ അവിശ്വസനീയമായ ലോകവും പര്യവേക്ഷണം ചെയ്യാം. പ്രപഞ്ചത്തിന്റെ ഒരു കോസ്മിക് ഡ്രാമയുടെ രംഗവേദി. നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്, അവയാണ് ഗ്രഹങ്ങളെ പ്രകാശിപ്പിക്കുന്നതും മൂലകങ്ങളെ സൃഷ്ടിക്കുന്നതും. എന്നാൽ എല്ലാ നക്ഷത്രങ്ങളും ഒരുപോലെയല്ല. അവയെ അവയുടെ വലിപ്പവും താപനിലയും അനുസരിച്ച് തരംതിരിക്കാം. മെയിൻ സീക്വൻസ് സ്റ്റാർസ്, റെഡ് ജയന്റ്സ്, വൈറ്റ് ഡ്വാർഫ്സ്, സൂപ്പർജൻസ് എന്നിങ്ങനെ. നമ്മുടെ സൂര്യൻ ഒരു മെയിൻ സീക്വൻസ് സ്റ്റാർ ആണ്, ഹൈഡ്രജനെ ഹീലിയം ആക്കി മാറ്റി ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. പ്രാക്സിമ സെന്റോറി ഒരു റെഡ് ഡ്വാർഫ് ആണ്, ചെറുതും തണുത്തതും ദീർഘായുസ്സുള്ളതും. നക്ഷത്രത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത് ഒരു നെബ്യുലയിൽ നിന്നാണ്, ഗ്യാസിന്റെയും ഡസ്റ്റിന്റെയും ഒരു മേഘം. ഗുരുത്വാകർഷണം ഈ മേഘത്തെ സങ്കോചിപ്പിക്കുന്നു, അതിന്റെ മധ്യത്തിൽ ഫ്യൂഷൻ ആരംഭിക്കുമ്പോൾ ഒരു നക്ഷത്രം ജനിക്കുന്നു. ഓറിയൻ നെബ്യുലയിൽ ഇത്തരം നക്ഷത്രജനനം നാം കാണുന്നു, ആയിരക്കണക്കിന് ബേബി സ്റ്റാർസ് തിളങ്ങുന്നു. മെയിൻ സീക്വൻസിൽ ഒരു നക്ഷത്രം ബില്യൺ വർഷങ്ങൾ നിലനിൽക്കും, സൂര്യന് 10 ബില്യൺ വർഷം ആയുസ്സുണ്ട്, ഇപ്പോൾ അതിന്റെ പകുതി പിന്നിട്ടു. നക്ഷത്രത്തിന്റെ വലിപ്പമാണ് അതിന്റെ വിധി നിർണ്ണയിക്കുന്നത്. സൂര്യനെപ്പോലുള്ളവ ഹൈഡ്രജൻ തീർന്നാൽ റെഡ് ജയന്റ് ആയി വികസിക്കും, ഹീലിയംനെ കാർബൺ ആക്കി മാറ്റും. 5 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ ഭൂമിയെ വിഴുങ്ങാൻ തക്ക വലിപ്പമുള്ള ഒരു റെഡ് ജയന്റ് ആകും. പിന്നീട് അതിന്റെ പുറം പാളികൾ പ്ലാനറ്ററി നെബ്യുല ആയി പുറന്തള്ളപ്പെടും. റിംഗ് നെബ്യുല ഒരു ഉദാഹരണമാണ്. ശേഷിക്കുന്ന കാമ്പ് വൈറ്റ് ഡ്വാർഫ് ആയി മാറും, ഒരു ടീസ്പൂൺ ഭാരം ഒരു ടണ്ണിന് തുല്യമായ സാന്ദ്രതയോടെ. വലിയ നക്ഷത്രങ്ങൾ, സൂര്യന്റെ 8 മടങ്ങ് ഭാരമുള്ളവ, വ്യത്യസ്ത പാത പിന്തുടരുന്നു. അവ റെഡ് സൂപ്പർജന്റ് ആയി മാറുന്നു, ബെറ്റൽജേഴ്സ് പോലെ 1000 മടങ്ങ് വ്യാസവുമായി. അവയുടെ ഫ്യൂൽ തീർന്നാൽ അവ സൂപ്പർനോവ ആയി പൊട്ടിത്തെറിക്കും, പിന്നീട് ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ ന്യൂട്രോൺ സ്റ്റാർ ആയി മാറും. ഈ ചക്രം പ്രപഞ്ചത്തിന്റെ എൻജിൻ ആണ്. നക്ഷത്രങ്ങൾ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, പുതിയ തലമുറകൾക്ക് വഴിയൊരുക്കുന്നു. നക്ഷത്രങ്ങളുടെ ഏറ്റവും അവിശ്വസനീയമായ പരിണാമങ്ങളിൽ ഒന്നാണ് ബ്ലാക്ക് ഹോൾ.
സൂര്യന്റെ 20 മടങ്ങ് ഭാരമുള്ള ഒരു നക്ഷത്രം സൂപ്പർനോവ ആയി പൊട്ടിത്തെറിച്ച് അതിന്റെ കാമ്പ് സങ്കോചിക്കുമ്പോൾ ഗുരുത്വാകർഷണം അതിനെ ഒരു സിംഗുലാരിറ്റി ആക്കി മാറ്റുന്നു, അനന്തമായ സാന്ദ്രതയുള്ള ഒരു ബിന്ദു. ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസൺ എന്നത് എസ്കേപ്പ് വെലോസിറ്റി പ്രകാശത്തിന്റെ വേഗതയേക്കാൾ കൂടുതലാകുന്ന അതിർത്തിയാണ്, അതിനാൽ പ്രകാശം പോലും രക്ഷപ്പെടില്ല. സിഗ്നസ് X1 6000 ലൈറ്റ് ഇയേഴ്സ് അകലെ ആദ്യം കണ്ടെത്തിയ ബ്ലാക്ക് ഹോൾ ആണ് സൂര്യന്റെ 15 മടങ്ങ് ഭാരമുള്ളത്. സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾസ് ഗാലക്സികളുടെ മധ്യത്തിൽ കാണപ്പെടുന്നു. നമ്മുടെ മിൽക്കി വേയിലെ സാജിറ്റേറിയസ് എ 40 ലക്ഷം സൂര്യന്റെ ഭാരത്തോടെ. 2019 ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ് മെസ്സിയ 87 ഗാലക്സിയിലെ ഒരു ബ്ലാക്ക് ഹോളിന്റെ ചിത്രം പകർത്തി. ഒരു ഓറഞ്ച് വലയത്തിനുള്ളിൽ കറുത്ത ശൂന്യത, പ്രപഞ്ചത്തിന്റെ ഒരു കോസ്മിക് ആയി പോലെ. ബ്ലാക്ക് ഹോളിനെ ഒരു കോസ്മിക് വാക്യൂം ക്ലീനറിനോട് ഉപമിക്കാം. ഗ്യാസ്, ഡസ്റ്റ്, നക്ഷത്രങ്ങൾ പോലും അതിലേക്ക് വലിച്ചെടുക്കുന്നു. അവയിൽ നിന്ന് പുറപ്പെടുന്ന എക്സ്-റേസ് അക്രീഷൻ ഡിസ്കിന്റെ ചൂടിൽ നിന്നാണ്. ആൽബർട്ട് ഐൻസ്റ്റൈനിന്റെ ജനറൽ റിലേറ്റിവിറ്റി ബ്ലാക്ക് ഹോൾസിന്റെ സാധ്യത പ്രവചിച്ചു. സ്റ്റീഫൻ ഹോക്കിംഗ് അവയിൽ നിന്ന് ഹോക്കിംഗ് റേഡിയേഷൻ പുറപ്പെടാമെന്ന് കണ്ടെത്തി. ഒരു ചെറിയ ലീക്ക് പ്രപഞ്ചത്തിന്റെ ഈ ജയിലിൽ നിന്ന്. സൂര്യന്റെ 8 മുതൽ 20 വരെ മടങ്ങ് ഭാരമുള്ള നക്ഷത്രങ്ങൾ സൂപ്പർനോവ ആയി പൊട്ടിത്തെറിച്ചാൽ അവ ബ്ലാക്ക് ഹോൾ ആകാതെ ന്യൂട്രോൺ സ്റ്റാർ ആയി മാറാം. 20 കിലോമീറ്റർ വ്യാസമുള്ള ഈ വസ്തുക്കൾ അവിശ്വസനീയമാംവിധം സാന്ദ്രമാണ്. ഒരു ടീസ്പൂൺ ഭാരം ബില്യൺ ടൺ. പ്രോട്ടോണിനും ഇലക്ട്രോണിനും ചേർന്ന് ന്യൂട്രോണുകൾ മാത്രം ശേഷിക്കുന്നു. ഗുരുത്വാകർഷണത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു രൂപം. ക്രാബ് നെബ്യുലയിലെ ക്രാബ് പൾസ ഒരു ന്യൂട്രോൺ സ്റ്റാറിന്റെ ഉദാഹരണമാണ്. 1054 ഒരു സൂപ്പർനോവയിൽ നിന്ന് ജനിച്ചത്. ചില ന്യൂട്രോൺ സ്റ്റാർസ് വേഗത്തിൽ കറങ്ങുന്നു. മാഗ്നറ്റിക് ഫീൽഡ്സ് 4 റേഡിയോ വേവ്സ് പുറപ്പെടുവിക്കുന്നു. ഇവ പൾസാസ് എന്നറിയപ്പെടുന്നു. ഒരു സെക്കൻഡിൽ 700 തവണ കറങ്ങുന്ന പൾസാസ് ഉണ്ട്. ഒരു കോസ്മിക് ലൈറ്റ് ഹൗസ് പോലെ നമ്മുടെ ദൂരദർശിനികളിൽ തിളങ്ങുന്നു. 1967 ജോസലിൻ ബെൽ ബേർണിൽ ആദ്യ പൾസ കണ്ടെത്തി. PSRB 1919+21 പ്രപഞ്ചത്തിന്റെ ഒരു റിതമിനെ വെളിപ്പെടുത്തി. സൂര്യനെപ്പോലുള്ള ചെറിയ നക്ഷത്രങ്ങൾ വൈറ്റ് ഡ്വാർഫ് ആയി ജീവിതം അവസാനിപ്പിക്കുന്നു. ഭൂമിയുടെ വലിപ്പമുള്ള ഈ വസ്തുക്കൾ സൂര്യന്റെ ഭാരത്തോട് സമാനമാണ്, എന്നാൽ ഫ്യൂൽ തീർന്നു തണുത്തുകൊണ്ടിരിക്കുന്നു. സീരിയസ് ബി സീരിയസിന്റെ സഹനക്ഷത്രം ഒരു വൈറ്റ് ഡ്വാർഫ് ആണ്. 10000 ഡിഗ്രി സെൽഷ്യസ് ഉപരിതലവുമായി. ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഇവ ബ്ലാക്ക് ഡ്വാർഫ് ആയി മാറും. പ്രപഞ്ചത്തിന്റെ ഒരു സൈലന്റ് ടൂംസ്റ്റോൺ. സൂപ്പർനോവ ഒരു നക്ഷത്രത്തിന്റെ ഏറ്റവും ശക്തമായ അന്ത്യമാണ്. സൂര്യന്റെ 8 മടങ്ങ് ഭാരമുള്ളവ പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു നിമിഷം ഒരു ഗാലക്സിയുടെ മുഴുവൻ പ്രകാശത്തോട് തുല്യമാകുന്നു. SN 1987 1,68,000 ലൈറ്റ് ഇയേഴ്സ് അകലെ 1987 കണ്ടെത്തി. ന്യൂട്രീനോസ് പുറപ്പെടുത്തി കോക്ക് ലാബ്സിന്റെ തെളിവായി. സൂപ്പർനോവ അയൺ മുതൽ യുറേനിയം വരെയുള്ള ഭാരമുള്ള മൂലകങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ കാൽസ്യം, അയൺ എന്നിവ ഒരു സൂപ്പർനോവയിൽ നിന്നാണ്. ക്രാബ് നെബ്യുല 6500 ലൈറ്റ് ഇയേഴ്സ് അകലെ 1054 സൂപ്പർനോവയുടെ അവശിഷ്ടമാണ്. പൾസാറിന് ജന്മം നൽകി. ടൈപ്പ് എ സൂപ്പർനോവായി വൈറ്റ് ഡ്വാർഫിന്റെ പൊട്ടിത്തെറിയാണ്. കോസ്മിക് ഡിസ്റ്റൻസിന്റെ സ്റ്റാൻഡേർഡ് കാൻഡിൽസ് ആയി ഉപയോഗിക്കപ്പെടുന്നു. എഡ്വിൻ ഹബിളിന്റെ പഠനങ്ങൾ സൂപ്പർനോവയിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ വികാസം തെളിയിച്ചു. നക്ഷത്രങ്ങൾ ഒരു കോസ്മിക് ഫേർണസ് പോലെയാണ്. അവ ജനിക്കുന്നു, മൂലകങ്ങൾ സൃഷ്ടിക്കുന്നു, മരിക്കുന്നു, പുതിയ ജനനങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ബ്ലാക്ക് ഹോൾസ് പ്രകാശത്തെ വിഴുങ്ങുന്നു. ന്യൂട്രോൺ സ്റ്റാർസ് സമയത്തിന്റെ താളം നൽകുന്നു. സൂപ്പർനോവായി പ്രപഞ്ചത്തെ പുതുക്കുന്നു. ഈ ഫിനോമിന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രപഞ്ചം ഒരു സ്റ്റാറ്റിക് പിക്ചർ അല്ല, അത് ഒരു ഡൈനാമിക് സിംഫണിയാണ്, നമ്മുടെ ഭാവനയെ കവിയുന്നു. നക്ഷത്രങ്ങളുടെ ഈ അത്ഭുതകരമായ ലോകത്തുനിന്ന് നമ്മുടെ യാത്ര ഇനി നമ്മുടെ സ്വന്തം ഗാലക്സിയിലേക്ക് തിരിയുന്നു, മിൽക്കി വേ. ഈ സ്പൈറൽ ഗാലക്സിയിൽ നമ്മുടെ സൂര്യനും ഈ ഫിനോമിനകളും ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗമാണ്. ഇതോടെ ഈ വീഡിയോയുടെ പാർട്ട് 1 അവസാനിക്കുകയാണ്. പാർട്ട് 2 ഉടനെ അപ്ലോഡ് ചെയ്യാം.